തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ലെറ്റ്സ് ഫൈൻഡ് വാട്ട് a cast and crew are going to talk to us. ആദ്യം ശ്രീ ഗോകുലം ഗോപാലൻ സാറിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാറുടെ മൈക്ക് ഇപ്പോൾ നൽകുന്നതാണ്. സർ, we are truly grateful. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്രത്തോളം വലിയൊരു സിനിമ അതേ ക്യാൻവാസിൽ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചതിൽ മലയാളികളായ നമ്മൾ ഓരോരുത്തരും അങ്ങയോട് കടപ്പെട്ടിരിക്കുകയാണ്. we are truly grateful. അപ്പോ എന്താണ് സാറിന്റെ ഈ ഒരു നിമിഷത്തിൽ നമ്മളോട് എല്ലാവരോടുമായി പറയാനുള്ളത്? ഗോപാലൻ സർ, പ്ലീസ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 40-40 വർഷമായി ഞാൻ ഈ സിനിമാ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കാനും കാണാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇങ്ങനൊരു പടത്തിന് വേണ്ടി ഇത്ര പ്രത്യാശയോട് പ്രതീക്ഷയോട് കാത്തിരുന്ന് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പടം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, മലയാളത്തിലുണ്ടായിട്ടുണ്ടെന്ന് ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ഇതിലെ പ്രൊഡ്യൂസർ നമ്മുടെ ആന്റണിയെ ഞാൻ അനുമോദിക്കുകയാണ്. കാരണം അവസാന ഘട്ടത്തിൽ ഞാൻ ഈ പടം എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം മുതൽക്കേ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഓരോ നിമിഷത്തിലും ഈ പടം എങ്ങനെ സംഭവം എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അറിയാതെ ഒരു സ്നേഹം, ഒരു പ്രേമം അതിൻ്റെ കൂടെ ഉണ്ടായില്ല. പക്ഷെ ആ പ്രേമം സാക്ഷാത്കരിച്ചത് അവസാനത്തെ 10 ദിവസം മുമ്പെയാണ്. അപ്പൊ അത് ഒരു മാറ്റം തന്നെ, ഇത് ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളെ മോഹൻലാൽ, നമ്മുടെ പൃഥ്വിരാജ്. കാരണം ഇന്ന് ലോകത്തിലെല്ലാ മലയാളികളും ആരാധിക്കുന്ന, സ്നേഹത്തോടെ ആരാധിക്കുന്ന, ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു നായകനാണ് നമ്മുടെ മോഹൻലാൽ. ഏത് വിഷയത്തിലും ഏതൊരാളും സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കലാപരമായി ഓൾ ഇൻ ഓൾ ഏത് വേഷത്തിലായാലും അഭിനയിച്ച് ഏറ്റവും നല്ല കയ്യടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിനോടാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ആ ആരാധനയാണ് ഈ പടം ഞാൻ അവസാനം എടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്, പൃഥ്വിരാജിന്റെ ഫാമിലി ഞാൻ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ വളരെ സ്നേഹത്തിലുള്ളായിരുന്നു. അവരെ ഒരു കുടുംബം തന്നെ ഒരു കലാകുടുംബമാണ്. അപ്പൊ ആ കുടുംബം ഇതിൽ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഇതിനു വേണ്ടി മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അതിനുവേണ്ടി അതുകൊണ്ടാണ് ഈ പടം ഈ രീതിയിലായത്. അവസാന ഘട്ടം ഞാൻ ചോദിച്ചു, പൃഥ്വിരാജ് ഞാൻ പടം എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം 100% സക്സസ്. അതാണ് അയാളുടെ കോൺഫിഡൻസ് ആണ്. സാധാരണ ഒരു ഡയറക്ടർ ഇങ്ങനെ പറയാറ്, പക്ഷെ അതും പറഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സിനിമയിൽ ഞാൻ സിനിമാ ലോകത്തിൽ വന്നതിന് പ്രധാനപ്പെട്ട കാരണം അതിന് ഒരു ഫാഷൻ എന്നായിരുന്നു. പക്ഷെ ഈ പടത്തിൽ മാത്രമല്ല, എൻ്റെ പടത്തിൽ എല്ലാം തന്നെ ഒരു വിജയത്തിൻ്റെ കാരണം എൻ്റെ ബാക്കിലൊരാൾ കൃഷ്ണമൂർത്തി. ഇവിടെ നമ്മളുടെ സുഹൃത്തുക്കളെല്ലാവരും കൃഷ്ണമൂർത്തിയെ പറ്റി അറിയാം. കാരണം ആന്റണിയെ കൂടുതൽ ആ വിഷമമുള്ള സമയങ്ങളിൽ സഹായിച്ച, അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കൃഷ്ണമൂർത്തി. അവരെ ഞാൻ ഈ പടത്തിന്റെ വിജയത്തിൽ ഞാൻ ഇൻക്ലൂഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. പിന്നെ മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ടിനോവ, ഇന്ദ്രജിത്ത് ഞങ്ങളെ പല പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് വളരെ അതിന്റെ ബാക്കിൽ ഇത് പ്രവർത്തിക്കുന്നവര് വളരെ നല്ല അധ്വാനിച്ചിട്ട് നല്ലൊരു പടമാണ് ഇത്. ഇന്ത്യൻ സിനിമയിലെ, അതായത് മലയാളത്തിലെ ആദ്യ ഐമാക്സ് വാങ്ങിച്ച ഒരു സിനിമ എന്ന രീതിയിലും ഇത്രയും ജനങ്ങൾ ഇന്ന് ലോകത്തിലെ അല്ല മലയാളികൾ മുഴുവനും കാത്തിരിക്കുന്ന ഒരു പടം. ഇതിന് പ്രത്യേകമായിട്ട് പറയാനല്ല, ഇത് യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, അതാണ് കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ ഏറ്റവും വിജയകരമായി നടക്കട്ടെ. ഇത് മലയാളികളുടെ ഒരു അഭിമാനമായി മാറും, ലോകത്തിലെ ഏറ്റവും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയായി മാറും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.